മലയുടെ അടിവാരത്തിലെ ഇടവഴിയോട് ചേർന്ന് ഇലകൊഴിഞ്ഞൊരു ചെമ്പകച്ചോട്ടിൽ കാട് മൂടിയ 6 അടി മണ്ണിലുണ്ട് കടലിനക്കരയിൽ നിന്ന് റബ്ബർ എത്തിച്ച് മലയോരത്തെ സമ്പന്നമാക്കിയ മർഫി സായിപ്പ്. കടൽ കടന്നെത്തി റബ്ബർ കൃഷിയിലൂടെ മലയോര മേഖലയുടെയും കോട്ടയം ജില്ലയുടെയും വികസന വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ച അയർലൻഡുകാരൻ മർഫി സായിപ്പിന്റെ ഓർമ്മയ്ക്കിന്ന് 67 വയസ്സ് തികയുമ്പോൾ അംഗീകാരം കിട്ടാതെ കാട് പിടിച്ചു കിടക്കുകയാണ് അദ്ദേഹത്തിന്റെ കല്ലറയും പരിസരവും. പലർക്കും അറിയില്ല ആരാണ് ജോൺ ജോസഫ് മർഫി എന്ന്. ഇന്നത്തെ തലമുറ ഒരിക്കൽ പോലും കേട്ടിട്ടുണ്ടാകില്ല ഈ മനുഷ്യനെ പറ്റി. ഇന്ന് ഇന്ത്യയിലെ റബ്ബർ ഉൽപാദനത്തിന്റെ 90% കേരളത്തിൽ നിന്നാണ്. അതിന് കാരണമായ വ്യക്തി മർഫിയാണ്. അയാളുടെ കഥയാണിത്. ദക്ഷിണ ഇന്ത്യയിലെ പ്രശസ്തമായ ഹിൽ സ്റ്റേഷനായ ഊട്ടിയിൽ ഒരു മഴയുള്ള ദിവസം കുറച്ച് കന്യാസ്ത്രീകൾ റോഡിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്നൊരു കാർ വന്നു നിർത്തി. കാർ ഓടിച്ച വ്യക്തി അവർക്ക് ലിഫ്റ്റ് കൊടുക്കുകയും എന്തുകൊണ്ടാണ് ഈ കാലാവസ്ഥയിൽ വാഹനം ഉപയോഗിക്കാത്തതെന്ന് ചോദിക്കുകയും ചെയ്തു. തങ്ങളുടെ മഠത്തിൽ അതിനായി വാഹനങ്ങൾ ഒന്നുമില്ലെന്നായിരുന്നു അവരുടെ മറുപടി. പിറ്റേ ദിവസം രാവിലെ തന്നെ ആ മഠത്തിൽ ഒരു കാറും ഡ്രൈവറും എത്തി. ഡ്രൈവറുടെ ശമ്പളം തന്റെ പോക്കറ്റിൽ നിന്നും നൽകിയാണ് നിയമിച്ചത്. ആ വ്യക്തിയാണ് അയർലൻഡുകാരനായ ജോൺ ജോസഫ് മർഫി. 1897 മർഫി ഇന്ത്യയിലെത്തുന്നത്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലം തേടിയാണ് ജോൺ ജോസഫ് മർഫി എത്തുന്നത്. നേര്യമംഗലത്തിന് അടുത്ത് മാങ്കുളത്ത് റബ്ബർ കൃഷി നടത്തി പരാജയപ്പെട്ടാണ് 1902 ഏന്തയാറിൽ അദ്ദേഹം എത്തുന്നത്. വൻമരങ്ങൾ വെട്ടിനിരത്തി കൂട്ടിക്കൽ മുതൽ ഇളംകാട് വരെ റബ്ബർ കൃഷി ചെയ്ത മർഫിയെ മലയോര മേഖലയുടെ മണ്ണ് തുണച്ചു. കൃഷി വിജയിച്ചതോടെ വർഷങ്ങൾ കൊണ്ട് 12,000-ലധികം ഏക്കറുകളിലേക്ക് റബ്ബർ കൃഷി വ്യാപിപ്പിച്ചു. ഒപ്പം ഏന്തയാറിൽ റബ്ബർ തേയില ഫാക്ടറികളും സ്ഥാപിച്ചു. വൈകാതെ കോട്ടയത്തിന്റെ സാമ്പത്തിക നട്ടെല്ലായി റബ്ബർ മാറി. ഇതോടെ ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവെന്ന് അദ്ദേഹം അറിയപ്പെട്ടു. കേരളത്തെ സ്വന്തം നാടായി കണ്ട് സ്നേഹിച്ച ഒരു വിദേശി. തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ഉന്നമനമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. മെച്ചപ്പെട്ട ശമ്പളം, ചികിത്സ, തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസം എന്നിവയ്ക്കെല്ലാം അദ്ദേഹം മുഖ്യ പ്രാധാന്യം നൽകിയിരുന്നു. ഏന്തയാറിൽ തൊഴിലാളികൾക്കായി ആശുപത്രിയും തുടങ്ങി. തൊഴിലാളികളുടെ മക്കൾക്കായി ഇളംകാട്ടിലും ഏന്തയാറിലും പാഠശാലകൾ തുറന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ ലബ്ധിയോടെ തോട്ടങ്ങൾ വിൽക്കേണ്ടി വന്ന മർഫി തന്റെ സമ്പാദ്യം മുഴുവൻ തൊഴിലാളികൾക്ക് വീതിച്ചു നൽകി. അങ്ങനെ നാടിനും നാട്ടുകാർക്കും പ്രിയപ്പെട്ട മർഫി സായിപ്പായി. 1957 മെയ് 9 നാഗർകോവിലെ ആശുപത്രിയിൽ വെച്ചാണ് മർഫി മരിച്ചത്. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഏന്തയാറിലെ തൊഴിലാളികളുടെ ശ്മശാനത്തിൽ അടക്കം ചെയ്തു. വാഗമണ്ണിന്റെ താഴ്വരയും മുതുകോര മലയും ഉൾപ്പെടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ചുറ്റുമുണ്ടായിട്ടും മർഫിയുടെ ഓർമ്മയ്ക്ക് അർഹിക്കുന്ന സ്മാരകങ്ങൾ ഒരുങ്ങിയില്ല. കുട്ടിക്കൽ പഞ്ചായത്ത് സ്ഥാപിച്ച മർഫി സായിപ്പിന്റെ ശവകുടീരം എന്ന ബോർഡ് കണ്ടു ചെന്നാൽ നിരാശയോടെ ചെറുനൊമ്പരത്തോടെ മടങ്ങേണ്ടി വരും. ഏന്തയാർ സെന്റ് ജോസഫ് പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള സെമിത്തേരിയോട് ചേർന്നാണ് കല്ലറ. കല്ലറ ഇരിക്കുന്ന 6 സെന്റ് പാട്ടത്തിനെടുത്ത റബ്ബർ ബോർഡ് മ്യൂസിയം പണിയുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ചുറ്റുമതിൽ കെട്ടി 2014 അദ്ദേഹത്തിന്റെ ഫലകം സ്ഥാപിച്ച് അതിലൊതുക്കിയെല്ലാം. പരിചരണമില്ലാതെ പരിസരം കാടുപിടിച്ചു. മഴയും വെയിലുമേറ്റ് ഫലകത്തിലെ അക്ഷരങ്ങൾ മാഞ്ഞു. നന്ദികേടിന്റെ നേർസാക്ഷ്യം. ഇനിയെങ്കിലും കേരളത്തെ വളർച്ചയിലേക്ക് നയിച്ച, സ്വന്തം നാടായി കണ്ട് സ്നേഹിച്ച ഈ വിദേശിയുടെ ഓർമ്മയ്ക്ക് കാര്യമായ പരിഗണന കിട്ടിയേ മതിയാകൂ.